നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അയ്യന്തോളിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. ലാലൂർ സ്വദേശി ആബേൽ ചാക്കോ പോളാണ് മരിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർ അടിയന്തര റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവം നിസ്സാരവൽക്കരിച്ചിട്ടില്ലെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെ.എസ്.ഇ.ബി. സേഫ്റ്റി ഡയറക്ടർ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി. കെ.എസ്.ഇ.ബി. പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കെ.എസ്.ഇ.ബി. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കുണ്ടും കുഴികളും നിറഞ്ഞ കുന്നംകുളം നഗരത്തിലെ റോഡുകൾ വീണ്ടും ഗതാഗത യോഗ്യമല്ലാതായി. നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന പ്രധാന റോഡുകളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഈ മാസം 21 മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന 75ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലം അടുത്ത മാസം ആദ്യം തുറന്നുകൊടുക്കുമെന്ന് സി മുകുന്ദൻ എം.എൽ.എ. ഈ മാസം 28-നകം പണികൾ പൂർത്തീകരിക്കാൻ എം.എൽ.എ. കരാറുകാർക്ക് നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുസിരീസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. കയ്പമംഗലത്ത് 3 പീടിക നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തി തുറന്ന വിഗ്രഹത്തിലെ മാല കവർന്നു. ഭണ്ഡാരം തകർത്ത് പണവും കവർന്നു. സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരുന്നു. 2 ദിവസം കൂടി കനത്ത മഴ തുടരും. ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ മുത്തന്മാവ് വരെയുള്ള ഭാഗം ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ധർണ സംഘടിപ്പിച്ചു. തെക്കേ ബൈപ്പാസിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നോർക്ക NDPREM പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന ശില്പശാല നോർക്ക റൂട്ട്സ് എറണാകുളം സെന്റർ മാനേജർ അമ്പിളി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ആർട്ടിസ്റ്റ് ഷാജി കെ അബ്ദു അനുസ്മരണം പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. E.T. ടൈസൺ M.L.A. ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റിലപ്പള്ളി പുലിയന്ത്രിക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കുസാറ്റ് യൂണിവേഴ്സിറ്റി മുൻ അധ്യാപകൻ ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. മണ്ണു പരിശോധനയ്ക്കായി പൊതുമരാമത്ത് വകുപ്പ് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലെ അധികൃതർ വടക്കാഞ്ചേരിയിലെത്തി. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിയുടെ 4ാം ഘട്ട വിതരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ വഴിയരികിൽ മൂത്രമൊഴിച്ചയാൾക്ക് 2500 രൂപ പിഴ ചുമത്തി. പറപ്പൂർ സെന്ററിൽ പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയിലൂടെയാണ് ഇയാൾ പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കാട്ടൂർ വാദികുടം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും നടന്നു. ഗജപൂജയ്ക്ക് കാവുനട പ്രദീപ് നമ്പൂതിരിയും സനൽ നമ്പൂതിരിയും നേതൃത്വം നൽകി. ഗുരുവായൂർ നിന്ന് ടാങ്കർ ലോറി വഴി മാലിന്യം ചക്കങ്കണ്ടത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് UDF പാലയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ റീച്ചിലെ മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു. കോർമലയിൽ നിന്ന് തുടങ്ങി ചായ്പൻകുഴി വരെയുള്ള റോഡിലെ കലുങ്ക്, കാന എന്നിവയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. റോഡിലെ കുഴിയും ഓടയും സ്ലാബുകളും തകർന്നതും കുരുക്കിന് കാരണമാകുന്നു.
സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവും സംയുക്തമായി ഈ മാസം 22-ന് സംസ്ഥാനതല അഗ്രി ഇൻ സിനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും. കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന ആശയത്തെ ആസ്പദമാക്കി മൂന്നുമുറി ചെട്ടിച്ചാലിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ നിന്ന് 6 അടി നീളമുള്ള 2 മൂർഖൻ പാമ്പുകളെ പിടികൂടി. ഹരിതകർമ്മ സേന ശേഖരിച്ചു സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകൾക്കിടയിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. ദേശീയപാത കൊരട്ടി പെരുമ്പിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അങ്കമാലിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് മറിഞ്ഞു. ഡിവൈഡറിൽ തലകീഴായി കിടന്ന കാറിന്റെ ഒരു ഭാഗത്ത് പിന്നീട് മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ വയോജന സംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടന്നു. ഡോക്ടർ പി സ്മിത ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന പി.വി. സുരേഷ് ബാബുവിന്റെ 5-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണം മണലൂർ ഏരിയ സെക്രട്ടറി P.A. രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. P.K. സുധീഷ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് 7-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒലീവ് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വിമല സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ് വിശ്വഭാരതി എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ വഴിനടച്ചിറപ്പാലത്തിന് സമീപം റോഡ് തകർന്നു. ഇതുവഴിയുള്ള വാഹനയാത്ര അപകടാവസ്ഥയിൽ. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞത്. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിയിച്ചിറയിലെ സെൻട്രൽ വെൽഫെയർ ഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. AIYF ദേശീയ കൌൺസിൽ അംഗം പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ അനാസ്ഥ മൂലമാണ് കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതെന്ന് ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.